ഒരു കോച്ചിങ്ങിൻ്റെ ഗൈഡൻസ് ഉള്ളത് എപ്പോഴും നല്ലൊരു കാര്യമായിരിക്കും. ഞാൻ ചൂസ് ചെയ്തത് ഏണസ്റ്റ് അക്കാഡമിയാണ്. ഏണസ്റ്റ് അക്കാഡമിയുടെ മോക്ക് ടെസ്റ്റുകളെല്ലാം എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് ഏണസ്റ്റ് അക്കാഡമിയുടെ മെൻറ്ററായ ഷെഫ്ന മിസ്സിനോടാണ്. മിസ്സിൻ്റെ മെൻറ്റർ സപ്പോർട്ടെല്ലാം വളരെ നല്ലതായിരുന്നു. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. മാമിൻ്റെ ഗൈഡൻസ് എനിക്ക് റാങ്ക് മേക്കിങ്ങിൽ വലിയൊരു ഘടകമായിരുന്നു. നമസ്കാരം, എൻ്റെ പേര് ഗോപകുമാർ. കേരള PSC നടത്തിയ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എക്സാമിൽ 2ാം റാങ്കും ട്രേഡ്സ്മാൻ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 3ാം റാങ്കും നേടാൻ സാധിച്ചു. പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് കുനിശ്ശേരിയാണ് എൻ്റെ സ്വദേശം. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് NSS കോളേജ് നെന്മാറയിൽ നിന്നാണ്. അതിനുശേഷം ഞാൻ IT കംപ്ലീറ്റ് ചെയ്തത് ഗവൺമെൻറ് IT മലമ്പുഴയിൽ നിന്നാണ്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് എന്ന കോഴ്സാണ് ചെയ്തത്. അപ്പോൾ ITക്ക് ശേഷം ഞാൻ ആദ്യം ജനറൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടായിരുന്നു പ്രിപ്പറേഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനിടയിലാണ് ട്രേഡ്സ്മാൻ്റെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. 2023 ഒക്ടോബറിലാണ് തോന്നുന്നു നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ എക്സാംസൊക്കെ കുറേ ചെയ്തിട്ടെങ്കിലും എൻ്റെ ആദ്യത്തെ ടെക്നിക്കൽ എക്സാമാണ്. അപ്പോൾ അതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുക എന്നുള്ളൊരു യാതൊരു ധാരണ എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം കളക്ട് ചെയ്ത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം കളക്ട് ചെയ്ത് അത് വെച്ച് തന്നെയായിരുന്നു എൻ്റെ പ്രിപ്പറേഷനൊക്കെ. പിന്നെ കുറച്ച് പ്രിപ്പയർ ചെയ്തതിന് ശേഷം എനിക്ക് എൻ്റെ പ്രിപ്പറേഷൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത് കൺഫർമേഷൻ വന്നതിന് ശേഷമാണ്. അപ്പോൾ എനിക്ക് സിലബസ് കിട്ടിയിരുന്നു. സിലബസ് കിട്ടിയതിന് ശേഷം സിലബസിലെ ഓരോ പോയിൻറ്റ്സും മാക്സിമം കവർ ചെയ്യാൻ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ മോഡ്യൂൾസും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ മോക്ക് ടെസ്റ്റുകളിലേക്ക് പോകാൻ തുടങ്ങിയത്. ഓരോ ടോപ്പിക്കിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാന്ന് തന്നെയാണ്. പല ഓൺലൈൻ സോഴ്സും ഉണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാൻ. അതിനൊക്കെ മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് ഞാൻ നോട്ട്സിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. ഞാൻ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിഗ്രി ബേസ്ഡ് ആയിട്ടും +2 ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ എക്സാംസും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഈ 2 എക്സാംസ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്ന് വെച്ചാൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് സിലബസ് അവൈലബിൾ അല്ല. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒറ്റ ഓപ്ഷൻ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. പിന്നെ ഞാൻ ജനറൽ എക്സാംസാണ് ആദ്യം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ടെക്നിക്കൽ എക്സാം നോക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ അപ്രോച്ച് ചെയ്യാന്നുള്ള യാതൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. അത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. എക്സാമിൻ്റെ കൺഫർമേഷൻ വരുന്നതോടുകൂടി നമുക്ക് സിലബസ് കിട്ടും. സിലബസ് കിട്ടിയതിന് ശേഷം എല്ലാ മോഡ്യൂൾസും മാക്സിമം കവർ ചെയ്ത് ഞാൻ ശ്രമിച്ചിരുന്നു. എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരുന്നു. പിന്നെ എല്ലാ ടോപ്പിക്സിനും മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. പല ഓൺലൈൻ സോഴ്സസും അവൈലബിൾ ആണ് നമുക്ക് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട്. ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടറുടെ സിലബസ് എന്ന് പറയുന്നത് IT ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് തന്നെയായിരുന്നു. അപ്പോൾ അതെനിക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ സിലബസിലെ ഓരോ ടോപ്പിക്കും മാക്സിമം കവർ ചെയ്യുക എന്നുള്ളതാണ്. ട്രേഡ്സ്മാൻ വളരെ ബേസിക് ആയിട്ടുള്ളൊരു എക്സാമാണ്. അപ്പോൾ ഒരുപാട് ഡെപ്തിലോട്ട് നമ്മൾ കടന്നു പോകേണ്ട കാര്യമില്ല. എന്നാൽ ഒരു കംപ്ലീറ്റ് ഐഡിയ നമുക്ക് വേണം ടോപ്പിക്കിനെ കുറിച്ച്. അപ്പോൾ ടോപ്പിക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാക്സിമം MCQs കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. പല ഓൺലൈൻ സോഴ്സും ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. PSC നടത്തിയ പല കമ്പ്യൂട്ടർ റിലേറ്റഡ് എക്സാംസിൻ്റെയും സിലബസിൻ്റെ കോമൺ ആയിട്ട് വരുന്ന പല ക്വസ്റ്റ്യൻസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ ആയിരിക്കാം എന്നെ 2ാം റാങ്കിലേക്ക് എത്താൻ സഹായിച്ചത്. ഇനി വരുന്ന എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഏത് എക്സാംസ് ക്രാക്ക് ചെയ്ത ഒരാളോട് നിങ്ങൾ ചോദിച്ചാൽ അവർ പറയുന്ന ഒരു വാക്കായിരിക്കും കൺസിസ്റ്റൻസി. അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വലിയൊരു റിസൾട്ട് തന്നെ എല്ലാവർക്കും തരും. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, കുറച്ചാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ കാര്യം. പിന്നെ തരുന്ന സിലബസ് അത്രയും തറവാക്കുക. അതിനുശേഷം ഫർദർ ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കവർ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക, പ്രീവിയസ് ഇയർ ഡിപ്പെൻഡ് ചെയ്യുക. അതൊക്കെ തന്നെയാണ് വരുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്. സിലബസൊക്കെ ഞാൻ സെൽഫായിട്ട് തന്നെയായിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത്. സിലബസ് എല്ലാം കംപ്ലീറ്റ് ആയി തറവായിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് വേണ്ടിയിരുന്നത് മോക്ക് ടെസ്റ്റുകളാണ്. സിലബസ് ഫോക്കസ് ചെയ്തുള്ള കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യും. ഫസ്റ്റ് റിസൾട്ട് തന്നെ ഏണസ്റ്റിൻ്റെയാണ് കാണുന്നത്. അപ്പോൾ തന്നെ ജോയിൻ ചെയ്തു. ഏണസ്റ്റിൻ്റെ പല മോക്ക് ടെസ്റ്റും എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ മോക്ക് ടെസ്റ്റുകളിലൊക്കെ എൻ്റെ റാങ്ക് വളരെ താഴെയായിരുന്നു. പിന്നെ ഗ്രാജുവലി അതെനിക്ക് ഇൻക്രീസ് ചെയ്ത് ടോപ്പ് 5 എത്താൻ സാധിച്ചിട്ടുണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് എക്സാം ഹാളിൽ വളരെ നല്ല കോൺഫിഡൻസ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യാവുന്നൊരു അഡ്വാൻറ്റേജ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ പല വർക്കിംഗ് പ്രൊഫഷണൽസിനും അങ്ങനത്തെ ഒരു സിനാരിയോ ആയിരിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് ഒരു ഗൈഡൻസ് ഉള്ളത് വളരെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവർക്ക് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാനും സിലബസിന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിന് ടൈം കിട്ടാറുണ്ടാവില്ല. ഒരു കോച്ചിങ്ങിൻ്റെ ഗൈഡൻസ് ഉള്ളത് എപ്പോഴും നല്ലൊരു കാര്യമായിരിക്കും. ഞാൻ ചൂസ് ചെയ്തത് ഏണസ്റ്റ് അക്കാഡമിയാണ്. ഏണസ്റ്റ് അക്കാഡമിയുടെ മോക്ക് ടെസ്റ്റുകളെല്ലാം എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് ഏണസ്റ്റ് അക്കാഡമിയുടെ മെൻറ്ററായ ഷെഫ്ന മിസ്സിനോടാണ്.
മിസ്സിൻ്റെ മെൻറ്റർ സപ്പോർട്ടെല്ലാം വളരെ നല്ലതായിരുന്നു. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. മാമിൻ്റെ ഗൈഡൻസ് എനിക്ക് റാങ്ക് മേക്കിങ്ങിൽ വലിയൊരു ഘടകമായിരുന്നു. ഇനി വരുന്ന എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പഠനമാണ് എന്നെ ഈ റാങ്കിലോട്ട് എത്തിച്ചത്. അപ്പോൾ എനിക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ വരുന്ന എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. താങ്ക് യു.